ചന്ദ്രശേഖരനും വേണുവും ഉൾപ്പെടെയുള്ള ആർഎംപിക്കാരെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം ഞാനടക്കം മുൻകൈയെടുത്ത് നടത്തി എന്നാണ് പ്രതിപാദിച്ചിരുന്നത്. അപ്പൊ അത്തരമൊരു ചർച്ചയെ നടന്നിട്ടില്ല എന്നാണ് ആദ്യം ആർഎംപി നേതൃത്വം മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നത്. ഇന്നത്തെ പത്രത്തിൽ കാണുന്നത് അത് സൗഹൃദ സംഭാഷണമായിരുന്നു എന്നതാണ്. വേണുവും ഞാനുമായിട്ട് അങ്ങനെ ഒരു കുടുംബ സൗഹൃദമില്ല. അപ്പൊ സൗഹൃദ സംഭാഷണത്തിന്റെ ആവശ്യമേ ഉദിക്കുന്നില്ല. യഥാർത്ഥത്തില് ആരുടെ വീട്ടിൽ വെച്ചാണ് ആ ചർച്ച നടത്തിയത് എന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നില്ല. ഇങ്ങനെ രാഷ്ട്രീയ ചർച്ചയെ നടത്തിയിട്ടില്ല എന്ന് നിഷേധിച്ച സാഹചര്യത്തിൽ അത് വ്യക്തമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ തലമുതിർന്ന നേതാവായിട്ടുള്ള സഖാവ് യു കുഞ്ഞിരാമേട്ടന്റെ മകൻ ബാബുവിന്റെ വടകരയിലെ വീട്ടിൽ വെച്ചാണ് വേണുവുമായിട്ട് ഞാൻ ചർച്ച ചെയ്തത്. അതിന് മുൻകൈയെടുത്തത് ബാബുവാണ്. ഞങ്ങൾ ഇരുവർക്കും വേണ്ടപ്പെട്ട ആളെന്ന നിലക്ക് ബാബു മുൻകൈയെടുത്ത് എന്നോട് അദ്ദേഹം സംസാരിച്ചു. നിങ്ങൾ ചന്ദ്രശേഖരനും വേണുവായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ തർക്കങ്ങളിലൊക്കെ വലിയ കുറവ് വരുത്താൻ കഴിയും, അവർ തിരിച്ച് പാർട്ടിയിലേക്ക് വരും, അതിന് മുൻകൈയെടുക്കണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ബാബുവിന്റെ വടകരയിലെ വീട്ടിൽ വെച്ച് ഈ ചർച്ച നടന്നത്. ആ ചർച്ച ഏകദേശം 1 മണിക്കൂറിലധികം സമയം നീണ്ടു നിന്നിട്ടുണ്ട്. അതിൽ വേണു പറഞ്ഞിട്ടുള്ളത് ആ CPM-ലേക്ക് തിരിച്ചു വരാൻ തനിക്കും സമ്മതമാണ് എന്നതാണ്. ബാക്കി പ്രശ്നങ്ങൾ ചന്ദ്രശേഖരനുമായിട്ട് നിങ്ങൾ സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. അതിനുള്ള ഒരു തീയതിയും നിശ്ചയിച്ചു. അന്ന് ഞാൻ പോയി. പക്ഷേ ആ ചന്ദ്രശേഖരന് അന്നെന്തോ അസൗകര്യമുണ്ട് എന്നറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ച നടക്കുകയുണ്ടായില്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. എന്നാൽ അതിനെ തുടർന്നും ഞാനടക്കമുള്ളവർ അവരുടെ തെറ്റുതിരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർന്നിട്ടുണ്ട്. അതിൽ 2011 ജനുവരി 7-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ചന്ദ്രശേഖരനുമായിട്ട് ഞാൻ മൊബൈലിൽ സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ കാരണം കണ്ണൂർ ജില്ലയിലെ ചൊക്ലി ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സഖാവ് TTK ശശി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനാണ്. അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടു. അദ്ദേഹം മുൻകൈയെടുത്തുകൊണ്ട് ചന്ദ്രശേഖരനുമായിട്ട് വീട്ടിൽ പോയി പലതവണയും ശശി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശശി എന്നോട് പറഞ്ഞു, ഈ ജനുവരി 7-ാം തീയതി 2011 ജനുവരി 7-ാം തീയതി ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തുണ്ടാവും, അന്ന് നമുക്ക് ചർച്ച ചെയ്യാം നേരിട്ട്. അങ്ങനെ ശശിയും തിരുവനന്തപുരത്തെത്തി. ശശിയുടെ മൊബൈൽ നമ്പർ 9846129974. ഈ മൊബൈൽ ഫോണിൽ ചന്ദ്രശേഖരന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. വിശദമായിട്ട് തന്നെ അന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അസൗകര്യമുണ്ട് എന്നാണ് അദ്ദേഹം അന്നും എന്നോട് പറഞ്ഞത്. അതായത് തിരുവനന്തപുരത്ത് വെച്ച് നേരിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശശി തിരുവനന്തപുരത്ത് എത്തി. ശശിയോട് അസൗകര്യം പറഞ്ഞു. ഞാൻ മൊബൈൽ ഫോണിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അതിനെ തുടർന്ന് നേരിട്ട് ചർച്ച നടന്നില്ല. പക്ഷേ മൊബൈൽ ഫോണിലൂടെ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരന്റെ മൊബൈൽ ഫോണിലാണ് വിളിച്ചത്. തുടർന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന അന്തരിച്ച സഖാവ് IV ദാസ് മാഷയുടെ മകൻ IV ബാബു, ഈ ഇടതുപക്ഷ ഏകോപന സമിതിക്കാരുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന ആളാണ്. IV ബാബു 2011 സെപ്റ്റംബർ മാസത്തിൽ എന്റെ വീട്ടിൽ വരികയുണ്ടായി. അപ്പൊ ബാബുവുമായിട്ട് ഞാൻ സംസാരിച്ചു. കാരണം ഈ ആർഎംപിക്കാർ പറയുന്നത് CPM-ന്റെ പാർട്ടി പരിപാടിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പാർട്ടി പരിപാടി അംഗീകരിക്കുന്നവർക്ക് വേറൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് പോകാൻ സാധ്യമല്ല. ചില പ്രാദേശികമായിട്ടുള്ള തർക്കപ്രശ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത്. വേറെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തർക്കപ്രശ്നങ്ങളും അവര് ഈ ചർച്ചയിലൊന്നും ഉന്നയിച്ചിരുന്നില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ബാബു
അവരുമായിട്ട് സംസാരിക്കാമെന്ന് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രശേഖരനുമായിട്ട് നേരിട്ട് ബാബു സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിക്കപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ള RMPയുടെ ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള തുറന്ന വാതിൽ സമീപനമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അക്കാലത്തും വിമർശിച്ചിട്ടുണ്ട്. കാരണം തെറ്റ് ചെയ്തിട്ടുള്ളവർ തെറ്റ് തിരുത്തി പാർട്ടിയിലേക്ക് വരണം എന്ന നിലപാടാണ് പാർട്ടി കൈക്കൊണ്ടത്. അത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഞാൻ മുൻകൈയെടുത്തുകൊണ്ട് ഈ ചർച്ചയൊക്കെ നടന്നത്. അതിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള U. കുഞ്ഞിരാമേട്ടന്റെ മകൻ ബാബു, അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് ഇപ്പോഴും തുടരുന്ന സഖാവ് TTK ശശി, സഖാവ് IV ബാബു, ഇവരൊക്കെ ഞാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചന്ദ്രശേഖരനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സഖാവ് ശശി എന്നെ അറിയിച്ചത് താൻ ആ ദൗത്യം തുടർന്നിരുന്നു എന്നതാണ്.